നമ്മുടെ നാട്ടിൽ ഒരുപാട് വിവാഹമോചനം യുദ്ധാലടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്. 10-ൽ 8 ബന്ധങ്ങളും വിവാഹമോചനത്തിലാണ് കലാശിക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ പലതാണ്. പക്ഷേ അധികം പെൺകുട്ടികളും സ്ത്രീകളും വിവാഹമോചനത്തിൽ വളരെയധികം സന്തോഷം കണ്ടെത്തുന്നതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹമോചനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ സംബന്ധിച്ച് അവർക്ക് കോമ്പൻസേഷൻ പണം കിട്ടും. ആ പണം കിട്ടിയിട്ട് അവർക്ക് പുതിയൊരു ജീവിതം ആരംഭിക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും വിവാഹം കഴിക്കാനായിട്ട് പറ്റും. പക്ഷേ ആണുങ്ങളെ സംബന്ധിച്ച് അവർ തകർന്ന് തരിപ്പണാവും. രണ്ടാമതിനി ഒരു വിവാഹം കഴിക്കാമെന്ന് പറയുമ്പോൾ മക്കളുണ്ടാവും. അങ്ങനെ വേറെ ഒരുപാട് പിരിമുറുക്കമുണ്ട്, പ്രായത്തിൻ്റെ വിഷയമുണ്ട്. പെട്ടെന്ന് ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ അധികം ബുദ്ധിമുട്ട് ഇല്ല പണക്കാരെ സംബന്ധിച്ച്. പ്രശസ്തിയും പെരുമയും തറവാട സ്വത്തും ബന്ധങ്ങളും ഒക്കെ ഉള്ളവർക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കല്യാണം കഴിക്കാം. സിനിമാ താരങ്ങൾ അതുകൊണ്ടാണ് അപ്രകാരം ചെയ്യുന്നത്. പല സിനിമാ നടന്മാർ ഒരുപാട് പ്രാവശ്യം വിവാഹമോചനം ചെയ്ത് ഒരുപാട് പ്രാവശ്യം വിവാഹം കഴിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് സാമ്പത്തിക കെട്ടുറപ്പുള്ളതുകൊണ്ട് അവരുടെ ജീവിതത്തിനെ അത് ബാധിക്കുന്നില്ല. അതല്ലാത്ത ആളുകളൊക്കെ വിവാഹമോചനത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് ഒരുപാട് മാനസിക പിരിമുറുക്കം, ദുഃഖം, വിഷാദരോഗം, പ്രയാസം ഒക്കെ വരാറുണ്ട്. പെണ്ണുങ്ങളെ സംബന്ധിച്ച് അവർക്ക് കോമ്പൻസേഷൻ തുക കിട്ടും എന്ന കാരണത്താൽ, കോമ്പൻസേഷൻ തുക വെറുതെ കൊടുക്കുന്നതല്ല, ഇത്ര നാളും ഒരു വ്യക്തിയുടെ കൂടെ ജീവിച്ചു, അവർക്ക് ആ സ്ത്രീയെ വേണ്ട എന്ന് പറയുമ്പോൾ അവരെ പറഞ്ഞയക്കുമ്പോൾ അവരുടെ നിന്ന് പൈസ അത് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുകയാണ്. പിന്നെയും ആ വിവാഹമോചനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീ വീണ്ടും പോയി കല്യാണം കഴിച്ച് കഴിഞ്ഞ് വീണ്ടും അവർക്ക് ഡൈവോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെയും പൈസ കിട്ടും. പെണ്ണുങ്ങളെ സംബന്ധിച്ച് അതൊരു ജീവിതമാർഗ്ഗമായിട്ട് മാറ്റിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ നാട്ടിൽ ഡൈവോഴ്സ് യുദ്ധാലടിസ്ഥാനത്തിൽ നടക്കുന്നത്. പണ്ടൊക്കെ 1-2 ഡൈവോഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അത് ചായ കുടിക്കുന്ന ലാഘവത്തോടാണ് ഡൈവോഴ്സ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം ഇതാണ്. കാരണം ഡൈവോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ സംബന്ധിച്ച് അവർക്ക് ലാഭമാണ്, ആണുങ്ങളെ സംബന്ധിച്ച് അത് നഷ്ടമാണ്.